മോൺസ്റ്റർ സീരീസിലെ എപ്പിസോഡ് 6ന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇന്നത്തെ വീഡിയോ. മകനെ കണ്ട ഹാസിയോക്ക് അവന്റെ അടുത്തേക്ക് പോയി. ഇൻഫെക്റ്റഡ് ആയതുകൊണ്ട് തന്നെ അമ്മയെയും അവൻ ആക്രമിക്കാൻ ശ്രമിച്ചു. ഇതേ സമയം കീഹൂണ് കണ്ണുമടച്ച് ആ സ്റ്റാച്ചുവിന്റെ കണ്ണു മൂടുവാണ്. സ്റ്റാച്ചുവിന്റെ പവർ കുറയ്ക്കാനായിട്ട് മോങ്സും പൂജ നടത്തുന്നു. അടുത്ത സീനില് പണ്ട് നടന്ന കാര്യമാണ് കാണിക്കുന്നത്. രാത്രി റോഡിൽ കൂടെ ബൈക്ക് വേഗത്തിൽ ഓടിച്ചുകൊണ്ട് പോവുകയാണ് യങ്ജോയും അവന്റെ ഫ്രണ്ട്സും. യങ്ജോന്റെ കൂടെ ഹാൻഡോയി ഇരിപ്പുണ്ട്. അവരുടെ പുറകെ നമ്മുടെ ചീഫ് പതിയെപ്പോ പിള്ളേരെ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നത് അപകടമാണെന്ന് പറഞ്ഞ് പുറകെ വരുന്നുണ്ട്. എന്നാൽ ഇവരതൊന്നും മൈൻഡ് ആക്കുന്നില്ല. അപ്പോഴാണ് മുന്നിൽ ഒരു ട്രാക്ടർ കണ്ടത്. വണ്ടി തിരിച്ചതും യങ്ജോയും ഹാൻഡോയും കൂടെ മറിഞ്ഞ് താഴെ വീണു. പോലീസുകാര് ഇവരെ പിടിക്കാൻ വേണ്ടി പുറകെ ഓടിക്കൊണ്ടിരുന്ന ഹാൻഡോ എന്തിലോ തട്ടി താഴെ വീണു. അപ്പോഴാണ് ചീഫ് മോനെ കണ്ടത്. പ്രസന്റില് നോക്കുമ്പോ കീഹൂണ് പേപ്പർ വെച്ച് കണ്ണു മറിച്ച് അതിന്റെ മുകളിൽ മന്ത്രം എഴുതി. വെള്ള നിറമായിക്കൊണ്ടിരുന്ന ചീഫിന്റെ കണ്ണുകളപ്പോ നേരെയായി. കീഹൂൺ ഓടി സോജിന്റെ അടുത്തേക്ക് പോയി. അവളും പഴയതുപോലെ ആയി. അപ്പോ ബിൽഡിങ്ങിന് തീ പിടിച്ചതുകൊണ്ട് അത് അണയ്ക്കാനായിട്ട് വെള്ളം വീഴാണ്. പേപ്പർ കൊണ്ട് മറച്ചിരുന്നത് കൊണ്ട് തന്നെ സ്റ്റാച്ചുവിന്റെ കണ്ണിൽ നിന്നും അത് അടർന്നു വീഴാൻ തുടങ്ങി. കീഹൂണ് അത് തിരിച്ചൊട്ടിക്കാൻ ചെന്നതും പേപ്പർ ഇളകി അവനും സ്റ്റാച്ചുവിന്റെ കണ്ണിലേക്ക് നോക്കിപ്പോയി. ഇതോടെ വീണ്ടും ചീഫും ഹാൻഡോയും ഇൻഫെക്റ്റഡ് ആയി പരസ്പരം ആക്രമിക്കാൻ തുടങ്ങി. എന്നാലും ഉള്ള ബോധത്തിൽ ചീഫ് മോന്റെ ഒരു കൈയിൽ വിലങ്ങിട്ട് മറ്റേത് തന്റെ കയ്യിലും ഇട്ടു. ഹാൻഡോ അമ്മയെ കൊല്ലാൻ വേണ്ടി നോക്കാണ്. പിന്നെ നമ്മളെ ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഹാൻഡോന്റെ അമ്മയാണ് അവിടെ നിൽക്കുന്നതെന്നറിയാണ്ട് യങ്ജോ കൂട്ടുകാരനെ രക്ഷിക്കാനായിട്ട് ചീഫിനെ തട്ടിമറിച്ചിട്ടു. എന്നിട്ട് അവിടുന്ന് രക്ഷപ്പെടുന്നതിനിടയ്ക്ക് ചീഫിന്റെ കയ്യില് കത്തിവെച്ച് മുറിവേൽപ്പിച്ചു. ഇത് കണ്ട് ഹാൻഡോ അമ്മ എന്ന് വിളിച്ചു. അപ്പോഴാണ് യങ്ജോയ്ക്കും അത് അവന്റെ അമ്മയാണെന്ന് മനസ്സിലാവുന്നത്. ഇതിൽ പിന്നെയാണ് ഇവര് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇവിടെ നമ്മുടെ കീഹൂണ് ഹാലൂസിനേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. അവനവിടെ ബോധം കെട്ട് കിടന്നപ്പോ സോജിൻ എണീച്ചു. അപ്പോ ഫോണിന്റെ സ്പീക്കറിൽ കൂടെ മോങ്സ് കീഹൂൺ നിങ്ങൾ അതിന്റെ കണ്ണിലേക്കൊന്നും നോക്കിയില്ലല്ലോ അല്ലേ, എന്താ ഒന്നും പറയാത്തെ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോ സോജിൻ അവൻ ബോധം കെട്ടു വീണു എന്ന കാര്യം പറഞ്ഞു. മോങ്സും അവളോട് വേഗം സ്റ്റാച്ചുവിന്റെ കണ്ണുമൂടി ടിബറ്റൻ ലാംഗ്വേജിൽ മന്ത്രം എഴുതാൻ പറഞ്ഞു. സ്റ്റാച്ചുവിന്റെ പവർ കൂടാൻ തുടങ്ങിയത് കൊണ്ട് അവർ വീണ്ടും പൂജ തുടങ്ങി. സോജിനും കണ്ണുമൂടി അവര് പറഞ്ഞ പോലെ ചെയ്യാൻ തുടങ്ങി. കീഹൂണ് തന്റെ മകള് ബർത്ത്ഡേക്ക് തന്ന പാവയെ പിടിച്ച് കരയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കീഹൂൺ എണീച്ച് സോജിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. അവളും അവനോട് എണീക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. കീഹൂണ് പണ്ട് ഇവരുടെ മോളും മരിച്ചു കഴിഞ്ഞപ്പോ അടിയിട്ടതെല്ലാം ഓർക്കുവാണ്. സോജിൻ മകളും മരിച്ചതിൽ പിന്നെ എപ്പോഴും കീഹൂണിനെ കുറ്റപ്പെടുത്തുമായിരുന്നു. അവൻ നേരത്തെ വന്ന മകളെ വിളിച്ചിരുന്നെങ്കിൽ അവൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നേനെ. കീഹൂൺ അവളെ കൊല്ലാൻ തുടങ്ങിയതും ഇവരുടെ സന്തോഷത്തോടെയുള്ള നിമിഷങ്ങൾ അവന്റെ ഓർമ്മയിലേക്ക് വന്നു. അവൻ അതിനുശേഷം സ്വയം മരിക്കാൻ ശ്രമിച്ചു. എന്നാൽ സോജിൻ അത് തടഞ്ഞു. ഇതിനിടയ്ക്ക് മകള് കൊടുത്ത പാവ പൊട്ടി താഴേക്ക് വീണു. അതിൽ നിന്ന് മോളുടെ ശബ്ദം കേട്ടു. ആ പാവയ്ക്കുള്ളിൽ സൗണ്ട് റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റുമായിരുന്നു. ഇത് കേട്ട് അവൻ പഴയ പോലെ ആയി. സ്റ്റാച്ചുവിന്റെ വെയിറ്റ് ബാലൻസ് ആവാതെ അത് താഴേക്ക് വീഴാൻ തുടങ്ങി. സോജിൻ കീഹൂണിനെയും പിടിച്ച് പുറത്തിട്ട് കാറിൽ നിന്ന് ചാടി. അപ്പൊ തന്നെ സ്റ്റാച്ചുവും കാറും കൂടെ ഇടിച്ച് താഴെ വീണ് കത്തിക്കയറി. പിന്നെ നമ്മുടെ ചീഫിനും മോനും ബോധം വന്നു. ഹാൻഡോ അമ്മയോട് ചെയ്തതിനൊക്കെ സോറി പറഞ്ഞ് അവരെ കെട്ടിപ്പിടിച്ചു. ഇവിടെ കീഹൂണും സോജിനും മോളുടെ ശബ്ദം ഒരു വട്ടമെങ്കിലും കേൾക്കാൻ പറ്റിയതിൽ സന്തോഷിച്ചു. അവരപ്പോൾ തന്നെ പരസ്പരം ക്ഷമിച്ച് കെട്ടിപ്പിടിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് മോങ്സ് സമാധാനത്തിൽ നടക്കുവാണ്. ഇവര് പൊട്ടിയ സ്റ്റാച്ചുവിനെ അവിടുന്ന് മാറ്റി. എന്നാൽ ആ പാവക്കുട്ടിയെ അവർക്ക് കണ്ടെത്താനായില്ല. ആ പാവക്കുട്ടി കാരണമാണ് ഇവരെല്ലാം രക്ഷപ്പെട്ടത്. അപ്പോ മോങ് പറയുന്നുണ്ട്, ഈവിലായ ആത്മാക്കൾ മാത്രമല്ല നല്ല ആത്മാക്കളും ഇതുപോലെ സാധനങ്ങളിൽ കുടികയറാറുണ്ടെന്ന്. നമ്മുടെ കീഹൂനും സോജിനും കൂടെ ലോകത്തുള്ള ഇതുപോലെയുള്ള മോൺസ്റ്റേഴ്സ് ആക്ടിവിറ്റീസ് കണ്ടെത്താനായിട്ട് നടക്കുവാണിപ്പോ. അവരൊന്നിച്ച് ടിബറ്റിലേക്ക് പോയി. അവിടെ വേറൊരു സ്റ്റാച്ചു മണ്ണിൽ കിടക്കുന്നത് അവർ കാണുകയാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മുടെ സീരീസ് തീരുവാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.